ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ റീസെന്റ് ആയിട്ടിട്ടൊരു വീഡിയോയില് ഒരു പാരന്റ് ആണെന്ന് തോന്നുന്നു ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കോളേജിലെ പാസ് പെർസെന്റേജ് എത്രയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാവോന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ഗുഹാസിന്റെ വെബ്സൈറ്റിൽ നിന്ന് പാസ് പെർസെന്റേജ് നമുക്ക് കോളേജ് വൈസ് നമുക്ക് കിട്ടില്ല. ഒരു 2-3 വർഷം വരെ കിട്ടുമായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് അങ്ങനെയൊന്നും കിട്ടാറില്ല. നമ്മുടെ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള റിസൾട്ട് മാത്രമേ നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് കോളേജ് വൈസ് നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അങ്ങനെ എല്ലാ വർഷത്തെയും റിസൾട്ട് നമുക്ക് എല്ലാ കോളേജിൽ നിന്ന് കിട്ടല് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെക്കൻഡ് ഇയറിലെ ഇപ്പം ഞാനിപ്പോ തേർഡ് ഇയർ ആണ്. എന്റെ സെക്കൻഡ് ഇയറിന്റെ റിസൾട്ട് കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു വന്നിരുന്നത്. സോ സെക്കൻഡ് ഇയറിന്റെ റിസൾട്ട് കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വേറെ കോളേജിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലൊക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു വഴിയുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് ഇയറിന്റെ ഓരോ കോളേജിലെ പാസ് പെർസെന്റേജ് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതാണ്ട് എൻ്റെ ആയിട്ട് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അങ്ങനെ എല്ലാം ചേർത്തിട്ടല്ല, ജസ്റ്റ് സെക്കൻഡ് ഇയറിലെ പാസ് പെർസെന്റേജ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, എനിക്ക് എങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കോളേജിലും UUC എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവും. അതായത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അങ്ങനെ എല്ലാ കോളേജിലും ഉണ്ടാവും. അപ്പൊ എന്റെ കോളേജിലുള്ള നമ്മുടെ ബാച്ച്മേറ്റ് തന്നെയാണ്. ഞാൻ അവനോട് ചോദിച്ചു. അവൻ മറ്റു കോളേജിലുള്ള കൗൺസിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോഴും ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വൈകിട്ടായിരുന്നു ചോദിച്ചത്. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏകദേശം ഒരു 15 കോളേജിൽ മാത്രമേ ഉള്ളൂ. ബാക്കി 4 കോളേജിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഉള്ള കോളേജ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വേറൊരു കാര്യം, വീഡിയോ കാണുന്ന പേരൻസിന്റെ ആയാലും അല്ലെങ്കിൽ സ്റ്റുഡൻസിനായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ പറയാൻ പോകുന്ന 7 പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന് ഈ വർഷത്തെ സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നപ്പോൾ 100% പാസ് പെർസെന്റേജ് ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് സേ എക്സാമും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ്. അല്ലാണ്ട് ഫസ്റ്റത്തെ ചാൻസിൽ നല്ല സേ എക്സാമും കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു റിസൾട്ട് വന്നത്. അപ്പൊ ഏതൊക്കെയാണ് 100% പാസ് പെർസെന്റേജ് ഉണ്ടായിരുന്ന കോളേജുകൾ നമുക്ക് നോക്കാം. 1, 2, 3 എന്ന് പറയാം. അത് റാങ്ക് അല്ല, ജസ്റ്റ് ഞാൻ എഴുതിയ ഓർഡറിൽ പറയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രണ്ടാമത്തത് DM വയനാട് മെഡിക്കൽ കോളേജ്, മൂന്നാമത് ട്രാവൻകൂർ മെഡിസിറ്റി, നാലാമത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ്, അഞ്ചാമത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, ആറാമത് MES മെഡിക്കൽ കോളേജ്, ഏഴാമത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഈ 7 കോളേജിനായിരുന്നു 100% വിജയം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ ഞാൻ എന്റെ കോളേജിന്റെ കാര്യം പറയാം. ഞാൻ PK ദാസിലാണ് പഠിക്കുന്നത്. നമ്മുടെ കോളേജിൽ സെക്കൻഡ് ഇയറിൽ 100% ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേർഡ് ഇയറിലും 100% ഉണ്ടായിരുന്നു. അത് സേ എക്സാം ഒന്നും എഴുതിയില്ല, ഫസ്റ്റ് ചാൻസിൽ തന്നെ 100% ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇയർ 23 ബാച്ച് അല്ല, 23യുടെ എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ, റിസൾട്ട് ഒക്കെ വരുന്നതേ ഉള്ളൂ. നമ്മുടെ 22 ബാച്ചിന്റെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ 98% ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കാര്യം. ബാക്കി എല്ലാ കോളേജിലും ഇങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ എന്റെ കോളേജിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത കോളേജുകൾ നോക്കാം. അടുത്തത് SUT മെഡിക്കൽ കോളേജ് ആണ്. SUTയില് ആ കോളേജിൽ ആകപ്പാടെ 2 പേര് മാത്രം ഫെയിൽ ആയിട്ടുണ്ട് ഈ വർഷം സെക്കൻഡ് ഇയറിൽ. ബാക്കി എല്ലാവരും പാസ് ആയിട്ടുണ്ട്. ഇനി പറയുന്ന മെഡിക്കൽ കോളേജുകളിൽ ഓരോ സ്റ്റുഡൻസ് മാത്രമേ ഫെയിൽ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാ സ്റ്റുഡൻസും പാസ് ആയിട്ടുണ്ട്. അതായത് മലബാർ മെഡിക്കൽ കോളേജ്, ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്, KMCT മെഡിക്കൽ കോളേജ്, ഈ 3 മെഡിക്കൽ കോളേജിൽ ഒരു സ്റ്റുഡന്റ് മാത്രമേ ഫെയിൽ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പാസ് ആയിട്ടുണ്ട്. ഇനി പറയുന്ന മെഡിക്കൽ കോളേജിന് കറസ്പോണ്ടിങ് പെർസെന്റേജ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. 97.9% ആണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആണ്. പുഷ്പഗിരിയിൽ ഈ വർഷം 97.11% ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ആണ്. അവിടുത്തെ ഈ വർഷത്തെ പെർസെന്റേജ് എന്ന് പറയുന്നത് 95.79% ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഫൈനലായിട്ട് Al-Azhar മെഡിക്കൽ കോളേജ് ആണ്. Al-Azhar മെഡിക്കൽ കോളേജിലെ ഈ വർഷത്തെ സെക്കൻഡ് ഇയറിന്റെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 94.3% ആയിരുന്നു കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇത്രയാണ് 15 മെഡിക്കൽ കോളേജിന്റെ സെക്കൻഡ് ഇയറിന്റെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ബാക്കി 4 കോളേജ്, അതായത് അസീസിയ, ശ്രീഗോകുലം, കരുണ, ഡോക്ടർ സോമർവെല്ല അതിന്റെ കിട്ടിയിട്ടില്ല.
അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ കാര്യം. ഇതുപോലെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ ഇങ്ങനെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മിക്ക പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും അക്കാഡമിക്സ് നല്ലതാണ്, പ്ലസ് അതിന്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ പേഷ്യൻസ് ഉണ്ടോ, ആ കോളേജിൽ നല്ലപോലെ പേഷ്യൻസ് ഉണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത കാര്യം, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഓടി പോകാനുള്ള ദൂരമാണോ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പെട്ടെന്ന് പോയി വരാനുള്ള ദൂരത്തിലാണ് നമ്മുടെ കോളേജ് ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതും ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ കോളേജിന്റെ അടുത്ത് തന്നെ ഈസി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടോ, ഈസി ആയിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടോ, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നോക്കുക. ഒരു സിറ്റി സൈഡിലാണോ നമ്മുടെ കോളേജ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇരിക്കുന്ന കാര്യം നിങ്ങൾ നോക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്, സോ അതിന്റെ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് കോളേജിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കോളേജ് ലൈഫ്, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടി. സോ അപ്പൊ ഇത്രയുള്ള ഒരു വീഡിയോ, എല്ലാവരും നല്ല രീതിയിൽ നോക്കിയിട്ട് ഓപ്ഷൻസ് ഒക്കെ വെക്കുക. നല്ലൊരു പ്രിഫറൻസ് ഓർഡർ തന്നെ നിങ്ങൾ റെഡി ആക്കിയിട്ട് നിങ്ങൾ നല്ലൊരു കോളേജിൽ കയറുക. അപ്പൊ അത്രയുള്ളൊരു വീഡിയോ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.